ചെറുപ്പം മുതൽക്കൊണ്ട് തന്നെ ഈ ഒരു ഭയം എന്നെ വല്ലാതെ അലട്ടാറുണ്ട്. അതെൻ്റെ മരണം വരെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വോയിസ് ഓഫ് അഞ്ജലി. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനും ഹസ്ബൻഡും ഹൈദരാബാദ് പോയത്. ഹൈദരാബാദ് നമ്മൾ ടൂറിൽ പാക്കേജ് വഴിയാണ് പോയത്. അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഏറ്റവും അവസാനം എത്തിയ സ്ഥലമാണ് ചാർമിനാർ. അപ്പോൾ ഈ ചാർമിനാർ ഓക്കെ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ചാർമിനാർ നമ്മൾ പണ്ടൊക്കെ ഈ സോഷ്യൽ ഹിസ്റ്ററിയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നേരിട്ടത് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കയറി പോകുന്നത്. ഹസ്ബൻഡ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കയറി പോകുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാർമിനാറിലേക്ക് നിങ്ങൾ പോയവർക്കറിയാം, കയറി പോകുന്ന സ്റ്റെപ്പ് വളരെ ചെറുതാണ്. അതായത് ഒരു വീതി ഇല്ലാത്ത ചെറിയ സ്റ്റെപ്പ്. നമുക്കൊരു ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരാൾക്ക് മാത്രമേ ഒരു സ്റ്റെപ്പിൽ നിന്നിട്ട് ഇങ്ങനെ, അപ്പോൾ അപ്പുറത്ത് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പം അങ്ങനെ കയറി പോകണം. എനിക്ക് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കയറി പോകാൻ പറ്റാതിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവിച്ചത്. ഞാനിങ്ങനെ ചിന്തിച്ചു. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് മാത്രമുള്ള പ്രശ്നമായിരിക്കും എന്ന് ഞാൻ കരുതി. അതവിടെ വിട്ടു. പിന്നെ ഞാൻ കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാനിങ്ങനെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എനിക്കിങ്ങനെ ടൈറ്റായിട്ടുള്ള ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരുന്നത് വരെ ശ്വാസം മുട്ടലാണ്. അപ്പോൾ ഞാനത് ചിന്തിച്ചിട്ട് വിഷമിക്കാൻ തുടങ്ങും. അതായത് ഒരു ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് കാണുമ്പോൾ അത് മറ്റുള്ളവരിട്ട് കാണുമ്പോൾ പോലും ദൈവമേ അതെങ്ങനെയാ ഊരി എടുക്കുക, അത് ഓർത്തിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മുമ്പും. പക്ഷെ അത് റിയലൈസ് ചെയ്തത് ഞാൻ ഇപ്പോഴാണ്. എനിക്ക് എന്തോ സംതിങ് ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനോട് എനിക്ക് എന്തോ ഒരു ഭയം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് കളിയാക്കലൊക്കെ നേരിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് കൂടി പറയാൻ, എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. അതായത് ഒരു കാറിൽ പോവുകയാണ്. ഇപ്പോൾ ബാക്കിൽ ഒരു സീറ്റ്, എക്സ്ട്രാ സീറ്റിലൊരു കാർ ഉണ്ടാവുമല്ലോ, ബാക്കിൽ ഇരിക്കാൻ ഒരു 4 പേർക്ക് ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് 4 പേർക്ക് ഇരിക്കാം. അപ്പം ഈ എന്താ പറയുക, ഇതിങ്ങനെ പൊന്തിച്ചിട്ട് ബാക്കിലേക്ക് കയറി ഇരിക്കണം ഈ 4 പേർക്ക്. അപ്പോൾ ബാക്കിലിരിക്കുന്നവർ കൺജസ്റ്റഡ് ആണ്, ഡോറൊന്നും ഇല്ല അപ്പുറത്തും ഇപ്പുറത്തും. എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ബാക്കിലിരിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ശ്വാസം മുട്ടാൻ തുടങ്ങും. അതായത് എന്തോ സംതിങ് ഇഷ്യൂ ഉണ്ട് എനിക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്തരത്തിലൊരു പ്രശ്നം, ഒരു കൺജസ്റ്റഡ് ആയത്. അപ്പോൾ ലിഫ്റ്റിലൊക്കെ കുറച്ചധികം നേരം മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ട്രെയിനിൽ. ഭയങ്കര തിക്കും തിരക്കുള്ള ട്രെയിനിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ വാതിലിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി നിൽക്കും. നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എനിക്ക് എന്തോ സംതിങ് പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. വട്ടല്ല കേട്ടോ, അപ്പോൾ ഇതെന്തോ ഒരു ഭയമാണ് അതെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ റിസർച്ച് നടത്തിയിട്ട് അതൊരു ഫോബിയ, ഭയം, എന്ത് തരം ഫോബിയാണ്. അപ്പം ഞാൻ അതിൽ നോക്കിയപ്പോൾ അതിനെ താഴത്ത് വന്നത് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയമുള്ള ആൾക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടുള്ളൊരു ഫോബിയ, അതിലൊരു ഭയമാണ് ഇതെനിക്ക്. കാരണം എന്താ വെച്ചാൽ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്കെന്തോ വല്ലാത്ത വിമിഷ്ടം ഫീൽ ചെയ്യുമെന്ന് പറയുമ്പോൾ വലിയ പത്രാസുകാരി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഈ ഫോബിയൻ്റെ പേരിൽ കളിയാക്കിയവരുമുണ്ട് എൻ്റെ കുടുംബത്തിലും അല്ലാതെ ഫ്രണ്ട്സും ഒക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഫിയർ ഓഫ് കൺജസ്റ്റഡ് സ്പേസ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥകളെ ഉള്ള ഭയം, അതാണിത്. ക്ലാസ്ട്രോഫോബിയ എന്നാണ് ഈ ഒരു ഫോബിയയുടെ പേര്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു കുറ്റമല്ല, ഇത് ജന്മന ഒരാൾക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ
ഞാൻ കുറേ നോക്കിയപ്പം അക്വാഫോബിയ ഉണ്ട്. അക്വാഫോബിയ മീൻസ് ഫിയർ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഭയമുള്ള. അപ്പം ഞാൻ ചിന്തിച്ചു അങ്ങനത്തെ ആൾക്കാർ കുളിക്കില്ലായിരിക്കുമല്ലേ എന്നൊക്കെ. അപ്പോൾ അതേപോലത്തെ ഫോബിയ, പിന്നെ സൂ ഫോബിയ, അതായത് ആനിമൽസിനെ പേടിയുള്ളവർ, അങ്ങനെ ഒരുപാട് ഫോബിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഇത് ഒരു ഫോബിയ. ഇത്തരത്തിലുള്ള ഫോബിയാസ് ഉള്ള ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല. അതവർക്ക് ജന്മനാ വരുന്ന ഒരു ഭയമാണ്. അത് ഒരിക്കലും അവർക്ക് മാറ്റാനും പറ്റില്ല. ഒരു മരണം വരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും അത് മാറ്റാൻ ശ്രമിച്ചാലും അത് ശരിയാവുന്നൊരു കാര്യമല്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ കരുതി അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഇത്തരത്തിൽ അനുഭവിക്കുന്നവരെ, ഇത്തരത്തിൽ ഫോബിയാസ് അനുഭവിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല. എൻ്റെ അനുഭവമാണിത്. അത് ജന്മനാ വരുന്നൊരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇതില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് വല്ലാതെ തളരും. ഞാൻ തളർന്നു പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഒരു വല്ലാത്തൊരു കളിയാക്കലും എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഞാൻ ഈ ഒരു അവസ്ഥേനെ വല്ലാണ്ട് ഭയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കാറിൻ്റെ അറ്റത്തിരിക്കണം, നടുക്കിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കൺജസ്റ്റഡ് അത് എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. ഇന്നർ മൈൻഡിന് അത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെ സൈഡ് സീറ്റിൽ എപ്പോഴും ഇരിക്കുന്നത്. കാരണം എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടലും ഒഴിവാക്കണം. അപ്പോൾ മിഡിൽ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ്, എന്നെപ്പോലെ ഇത്തരത്തിൽ ഫോബിയാസ് അനുഭവിക്കുന്നവർ മനസ്സിലാക്കുക, ഇതിൻ്റെ പേരാണ് ക്ലസ്ട്രോഫോബിയ. അതിനെ വേറെ രീതിയിൽ അവൾക്ക് വട്ടാണ് അല്ലെങ്കിൽ അവൾക്ക് ജാടയാണ് എന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ഫോബിയാസ് അനുഭവിക്കുന്നവർ കമൻറ്റ് ചെയ്യൂ. സിമ്പിളാണ്, ഇത് നമുക്ക് എല്ലാവർക്കും നേരിടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അത് മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പറയുക, ഇത് ഞാൻ ഓക്കെ അല്ല എന്ന് പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.